ഹായ് ഗായ്സ്, നമുക്കൊന്ന് ചെറുപുഴ വരെ പോയിട്ട് വരാം. സമയം പോയി. എല്ലാത്തെയും പോലെ 12 മണി 12:15 ബസ്സാണെങ്കിൽ 12:10 ഞങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് ഞങ്ങൾ വഴിയിലേക്ക് ഓടുവാണ് ഗായ്സ്. വാച്ച് തിരിച്ചകത്തിയത് ഓട്ടത്തിൽ. നമ്മള് സ്പെക്സ് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുപുഴ. അപ്പൊ അത് ആയി കാണും. ഇന്നലെ പോകാനൊരു മൂടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഒരാൾ കുറെ നാളായി പറയുന്നു ചെറുപുഴ എന്നെ കൊണ്ടുപോയില്ല, മെട്രോയിൽ കൊണ്ടുപോയില്ലെന്നും. ഞാൻ മെട്രോ കണ്ടിട്ടുണ്ട്, മെട്രോയിൽ പോയിട്ടുണ്ട്. അതെ, ചുമ്മാ കയറാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചുമ്മാ അപ്പം നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഇത് ആദ്യം തന്നെ എൽറോയിലേക്ക് പോയിട്ട് അവിടെ എത്തിയപ്പോൾ ചേച്ചി പറഞ്ഞ് കുറച്ച് താമസം ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഓർത്ത് നേരെ മെട്രോയിൽ പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇതാണ് മെട്രോ ഡെയിലി ഹൈപ്പർ മാർക്കറ്റ്. അവിടെ ചെന്നതേ ഞങ്ങൾ അങ്ങ് തുടങ്ങിയില്ലേ സാധനങ്ങൾ പിറക്കാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഇതുവരെയായിട്ട് പോകാൻ സമയമാണല്ലോ. ഹൈദരാബാദ് കണ്ട മുഖം ഒന്നും അറിയത്തില്ല. ഞാൻ ഇത്രയും സാധനങ്ങളെ വാങ്ങിയുള്ളൂ. മെട്രോയിൽ ഇവിടെ എന്നെ വലിച്ചു കയറിയത്. അവിടെ ചെന്ന് പല പല സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അത് വാങ്ങണോ ഇത് വാങ്ങണോ അത് വാങ്ങണോ ഇത് വാങ്ങണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് അല്ലാതൊന്നുമല്ല, കുറച്ച് വാങ്ങിയത്. അങ്ങനെ അവിടുന്ന് 2 പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി സ്പെക്സ് വാങ്ങിക്കാനായിട്ട് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പെക്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ സോനാനെ ചെയ്ത ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുളിങ്ങോ വന്നൊരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ തിരിച്ചു വന്നു കേട്ടോ. നേരം വെളുത്ത കോഴി ഇന്നത്തെ ചെറുപുഴ നിരക്കവും ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പം ഞാൻ കണ്ട പുതിയ ഗ്ലാസ് ഒക്കെ വാങ്ങി നല്ല രസമുണ്ടല്ലേ. പിള്ളേരടിക്കും, മേഡം വേർ ഇസ് യുവർ സ്പെക്സ് എന്ന് ചോദിക്കുമായിരുന്നു.